ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 78ആയി. 41 പേരെ കാണാതായിട്ടുണ്ട്. മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ്. മേഖലയിലെ വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന നിരവധി പെൺകുട്ടികളും ക്യാമ്പ് ഡയറക്ടറും മരിച്ചു. പ്രളയം നാശം വിതച്ച കെർ കൗണ്ടി ദുരന്തബാധിത പ്രദേശമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസാണുള്ളത്. ഐസൻ, ടെക്സസിൽ പ്രളയം വലിയ നാശനഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നുമുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് മരണസംഖ്യ 60 അടുക്കുന്നു എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. നിരവധി പേരെ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. 29ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഈ മരണപ്പെട്ടവരിൽ കുട്ടികളും വളരെയധികം ഉണ്ട് എന്നൊരു ദാരുണമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്ത് നടന്നിരുന്ന ഒരു സമ്മർ ക്യാമ്പിൽ, അതായത് വേനൽക്കാല അവധി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ക്യാമ്പിൽ, പെൺകുട്ടികളുടെ ക്യാമ്പിൽ വൻതോതിൽ വെള്ളം കയറുകയും അവർ ഉറങ്ങുന്ന സമയത്ത്, അതായത് ഈ ഔട്ട്ഡോർ ടെന്റുകളിലൊക്കെ ഉറങ്ങുന്ന സമയത്താണ് ഈ പെട്ടെന്നുള്ള പ്രളയം ഉണ്ടാവുകയും വൻതോതിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആ കൂട്ടത്തിൽ തന്നെ അവരുടെ തന്നെ ഗൈഡായ ക്യാമ്പിന്റെ ക്യാപ്റ്റൻ കൂടിയായ ആളും മരണപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വൻതോതിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ ആ ടെക്സസിലെ ആ പ്രളയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. വൻതോതിൽ ആൾനാശവും അതുപോലെ തന്നെ വസ്തുക്കളും നിരവധിയായി നശിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരന്തബാധിത പ്രദേശമായി പ്രളയ മേഖലയെ ട്രംപ് പ്രഖ്യാപിക്കുകയും വെള്ളിയാഴ്ച സന്ദർശിക്കാനിരിക്കുകയുമാണ് എന്ന ഏറ്റവും പുതിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു പ്രളയം ബാധിച്ച് വൻതോതിലുള്ള ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അനിവാര്യമാകേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗദ്രപ്പോ നദിയിൽ പെട്ടെന്ന് തന്നെ, അതായത് ഒരു മണിക്കൂറിന് താഴെ സമയം കൊണ്ട് 50 മിനിറ്റിനുള്ളിൽ തന്നെ വൻതോതിൽ വെള്ളം ഉയരുകയായിരുന്നു. 29 അടിയോളം വെള്ളം ഉയർന്നു പലയിടങ്ങളിലും എന്നാണ് പ്രളയത്തിന്റെ ആദ്യ ദിവസത്തെ ഇനന്റേഷൻ സർവേയിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും വൻതോതിലുള്ള ആൾനാശം ഉണ്ടാവുകയും ചെയ്തു. വൻതോതിൽ വെള്ളം കയറുകയും ഗതാഗത സംവിധാനം തകരുക, വൈദ്യുതി വിതരണം, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇതെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൻതോതിലുള്ള രക്ഷാപ്രവർത്തനം, അതായത് ബൃഹത്തായ രക്ഷാപ്രവർത്തനം തന്നെയാണ് പ്രദേശത്ത് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അപകടം ഉണ്ടായ ദിവസം അവധി ദിവസം കൂടിയായതിനാൽ തന്നെ വൻതോതിൽ ആളുകൾ എത്തിയിരുന്നു, ടൂറിസ്റ്റുകൾ എത്തിയിരുന്നു. ഒരു മലമ്പ്രദേശമാണ്, ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടേക്ക് നിരവധി പേർ അവധി ആഘോഷിക്കാൻ എത്തുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം തന്നെ ഈ അപകടത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി.